ഹായ് കൂട്ടുകാരെ, എൻ്റെ പുതിയ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക, സപ്പോർട്ട് ചെയ്യുക. ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് കസോൾ വോൾവോ ബസ് സ്റ്റാൻഡിലാണ്. വോൾവോ ബസ് സ്റ്റാൻഡ് അവിടെ നിന്ന് ടൗണിലേക്ക് പോവാണ്. ടൗൺ ആണെന്ന് ഫുൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. ടൗണിലേക്ക് നടക്കുന്ന വഴിയിൽ പുതിയ പുതിയ കെട്ടിടങ്ങളെല്ലാം പണിയുന്നുണ്ട്. ഇപ്പം കസോൾ ഇപ്പം നല്ലൊരു ടൂറിസ്റ്റ് ലൊക്കേഷൻ ആയവരാണ്. അപ്പോൾ അതുകൊണ്ട് ഇഷ്ടംപോലെ ബിൽഡിങ്ങുകളെല്ലാം പണിയുന്നുണ്ട്. കസോൾ ടൗണിൽ നിന്ന് ഒരു 1/2 കിലോമീറ്റർ മാറിയാണ് കസോൾ ബസ് സ്റ്റാൻഡ് ഉള്ളത്, വോൾവോ ബസ് സ്റ്റാൻഡ്. അവിടെ നടന്ന് വേണം കസോൾ ടൗണിലേക്ക് ചെല്ലാനായിട്ട്. റോഡുകളെല്ലാം മഴക്കാലം കഴിഞ്ഞതുകൊണ്ട് റോഡുകളിലേക്ക് തകർന്നു കിടക്കുകയാണ്. ചെറിയ റോഡുകളാണ്, ചെറിയ വഴിയാണ്. ഇന്ത്യയിലെ ഹിമാചൽ പ്രദേശിലെ ഒരു കുളു ജില്ലയിലെ ഒരു ചെറിയ ഗ്രാമമാണ് കസോള്. പാർവതി വാലി സ്ഥിതി ചെയ്യുന്നത് കസോളിലാണ്. പാർവതി നദി ഒഴുകുന്നത് ഈ കസോളിൽ കൂടെയാണ്. ഇങ്ങോട്ടേക്ക് നമ്മൾ എത്തിപ്പെടണമെങ്കിൽ ഡൽഹിയിൽ നിന്ന് നമുക്ക് നേരിട്ട് ബസ് അവൈലബിൾ ആണ്. ഡൽഹിയിൽ നിന്ന് ചണ്ഡീഗഡ്, നമ്മൾ ചണ്ഡീഗഡിൽ നിന്ന് വരുന്നവർക്ക് ചണ്ഡീഗഡ്, അവിടുന്ന് ബുന്ദറിൽ നിന്ന് 30 കിലോമീറ്റർ അകലെയാണ് കസോൾ സ്ഥിതി ചെയ്യുന്നത്. മണികരനിൽ നിന്ന് ഒരു ഏകദേശം 4 കിലോമീറ്റർ ഉള്ളൂ കസോളിലേക്ക് എത്തിച്ചേരാൻ. പോകുന്ന വഴിയിൽ ചെറിയ ചെറിയ മാർക്കറ്റുകൾ ഒക്കെ കാണാം നമുക്ക്. കസോൾ ടൗണിൽ നിന്ന് ഇടത്തേക്ക് തിരിഞ്ഞ് ഇങ്ങോട്ട് ഗ്രഹാൻ വില്ലേജിലേക്ക് പോകുന്ന ഈ വഴിയാണിത്. ഈ വഴിയിലാണ് ഇവിടുത്തെ മെയിൻ മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നത്. തണുപ്പിനെ പ്രതിരോധിക്കാൻ പറ്റുന്ന നിരവധി ഡ്രസ്സുകൾ ഇവിടെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. രാവിലെ സൂര്യൻ ഉദിച്ചു വരുന്നതേ ഉള്ളൂ. സമയം ഇപ്പോൾ രാവിലെ 9 മണിയായിട്ടുണ്ട്. ടൗണിൽ പൊതുവെ ഈ സമയങ്ങളിൽ തിരക്ക് കുറവാണ്. കസോളിലെ ജനങ്ങൾ മെയിനായിട്ട് ജീവിക്കുന്നത് ടൂറിസ്റ്റിനെ ആശ്രയിച്ചിട്ടാണ്. ടൂറിസമാണ് ഇവിടുത്തെ ഒരു മെയിൻ ബിസിനസ്. ഹായ്.
കസോളിൽ എല്ലാവരും അധികമായി ഉപയോഗിക്കുന്ന ഭാഷ ഹിന്ദിയാണ്. ഇവിടെ ഏറ്റവും അടുത്തുള്ള നമുക്കൊരു വിമാനത്താവളം, ഇവിടെ എത്തിച്ചേരാൻ പറ്റുന്ന അടുത്ത വിമാനത്താവളം ഉള്ളത് കുളു മണാലി വിമാനത്താവളമാണ്. ഇവിടെ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ വരുന്നത് ഒന്ന് ചണ്ഡീഗഡ് അല്ലെങ്കിൽ പിന്നെ ഡൽഹിയാണ്. ഇവിടെ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ നമ്മൾ ട്രെയിനിൽ വരുവാണെങ്കിൽ ഒന്നെങ്കിൽ ഡൽഹിയിൽ അല്ലെങ്കിൽ ചണ്ഡീഗഡിൽ ഇറങ്ങി അവിടുന്ന് വേണം കസോളിലേക്ക് വരാനായിട്ട്. ഇവിടുത്തെ മെയിൻ ഫെസ്റ്റിവൽ ടൈം ന്യൂ ഇയർ ടൈമാണ്. ന്യൂ ഇയർ ടൈമിൽ ഇവിടെ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നായി നിരവധി ആൾക്കാർ എത്തുന്നുണ്ട്, പ്രധാനമായിട്ട് ഇസ്രായേലിൽ നിന്ന്. ഇവിടെ കാലാവസ്ഥ ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ മഞ്ഞുവീഴ്ച ഉണ്ടാകും. അത് കഴിഞ്ഞ് പിന്നെ ഓഗസ്റ്റ് വരെ ചൂടുകാലവും ഒക്ടോബർ വരെ മഴക്കാലമായിരിക്കും. കസോൾ ടൗണിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഇവിടെ നമ്മൾ റൂം എടുക്കുന്നതിന് വലിയ പൈസ ആകുന്നില്ല, പക്ഷേ ഇവിടുന്ന് ഭക്ഷണം കഴിക്കുന്നതിനാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ചിലവ് വരാൻ പോകുന്നത്. ഒരു ബിരിയാണിക്കൊക്കെ 300-400 ആ റേഞ്ചാണ് ഒരു ബിരിയാണിയുടെയൊക്കെ റേറ്റ് വരുന്നത്. ഒരു മസാല ദോശ 120-150 ആ റേറ്റിലും, ആലു പൊറോട്ട 100 രൂപ റേറ്റിലും, ഒരു ചായക്ക് 30 രൂപ, വെള്ളത്തിന് സിറ്റിയിൽ 20-25 രൂപയ്ക്കും, കുറച്ചുകൂടി ഉള്ളിലേക്കാണെങ്കിൽ 35-30-40 ആ റേഞ്ചിൽ വെള്ളത്തിന് വരെ റേറ്റ് വരുന്നത്. ഒരു മാഗി 60, ബ്രെഡ് ഓംലെറ്റ് 80, അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ റേറ്റ് വരുന്നത് ഫുഡിന്. നമുക്ക് മണികരൻ അല്ലെങ്കിൽ മണാലിയിലേക്ക് പോകാൻ ബസ് നിർത്തുന്നത് ഇവിടെയാണ്. ഈ ഒരു ഏരിയയിലാണ് ബസ് നിർത്തുന്നത്. ഇവിടെ തൊട്ടടുത്തായിട്ട് തന്നെ ടാക്സി അവൈലബിൾ ആണ്, പ്രീപെയ്ഡ് ടാക്സിയാണ്. പോകുന്ന വഴിക്ക് കുറച്ച് പേരെ പരിചയപ്പെട്ടു. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ട് നടന്നപ്പോഴാണ് അവിടെ ഒരു പാർക്ക് കണ്ടത്. അന്നേ പിന്നെ പാർക്കിൽ കയറാമെന്ന് വെച്ചു. പാർക്കിൽ അങ്ങോട്ടേക്ക് നടക്കുവാണ്. ഇതാണ് പാർവതി നദി.
അങ്ങനെ ഞാൻ പാർക്ക് എത്തി. പാർക്കിൻ്റെ അവിടുന്ന് നമ്മൾ ടിക്കറ്റ് എടുക്കണം. എൻട്രി ഫീ അഡൽറ്റിന് 30 രൂപ, ചിൽഡ്രന് 20 രൂപയാണ് ചാർജ് വരുന്നത്. നാച്ചുറൽ പാർക്കാണിത്, കസോളിലെ. നമ്മൾ ഡൽഹിയിൽ നിന്നൊക്കെ വരുമ്പോൾ നമുക്ക് ബസ് നേരത്തെ എത്താൻ സാധ്യതയുണ്ട്. അത് രാവിലെ 8 മണി 9 മണി ആ സമയത്ത് എത്താം. ഈ പാർക്ക് രാവിലെ 8 മണിക്ക് തന്നെ തുറക്കും. ഇതിനുള്ളിൽ തന്നെ ബാത്റൂം സൗകര്യങ്ങളുള്ളതുകൊണ്ട് ഡൽഹിയിൽ നിന്നൊക്കെ നമുക്കിവിടെ ചെക്കിൻ ടൈം എല്ലായിടത്തും ഉച്ചയ്ക്ക് 12 മണി ആഴ്ചയ്ക്ക് റൂമിൽ ചെക്കിൻ ടൈം വരുന്നത്. അപ്പോൾ രാവിലെ എത്തുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ ബാത്റൂമൊക്കെ അവൈലബിൾ ആണ്. നീറ്റായിട്ടുള്ള ബാത്റൂമും സൗകര്യങ്ങളുമാണ് അകത്തുള്ളത്. ഈ പാർക്ക് വളരെ വൃത്തിയായിട്ടാണ് അവർ സൂക്ഷിച്ചിരിക്കുന്നത്. പാർക്കിൻ്റെ അങ്ങേയറ്റത്ത് നമുക്ക് പാർവതി റിവറിൻ്റെ ഒരു വ്യൂ കാണാൻ പറ്റും. അങ്ങോട്ടേക്കാണ് നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ താഴേക്ക് നോക്കുമ്പോൾ കാണുന്നത് പാർവതി റിവറാണ്. റിവറിലിപ്പം വെള്ളം വളരെ കുറവാണ്. നല്ല ശുദ്ധമായ തെളിഞ്ഞ വെള്ളമാണ്. ഇവിടെ നിന്ന് തന്നെ അതിൻ്റെ ഒരു ക്ലാരിറ്റി, നല്ലൊരു തെളിച്ച് ഇവിടെ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ കാണുന്നതാണ് കസോളിന് ചലാലിലേക്ക് പോകാനുള്ള ബ്രിഡ്ജ്. അങ്ങനെ പാർക്കിൽ നിന്ന് ഞാൻ ഇറങ്ങി ടൗണിലേക്ക് വേണ്ടി തിരിച്ചു നടന്നു. അങ്ങനെ ടൗൺ എത്തി. ടൗണിൽ നിന്ന് ഇവിടുന്ന് ഇടത്തേക്ക് പോയി കഴിഞ്ഞാൽ ചലാലിലേക്ക് പോകുന്ന വഴിക്കുള്ള ഒരു ബ്രിഡ്ജ് കാണാൻ നമുക്ക് സാധിക്കും. ആ ബ്രിഡ്ജ് നമുക്ക് ഇവിടുന്ന് പാർവതി വാലിയിലേക്ക് ഇറങ്ങാൻ സാധിക്കും. അവിടെ ഒരു ഹോട്ട് സ്പ്രിംഗ് ഉണ്ട്, അത് കാണാൻ വേണ്ടിയാണ് ഇപ്പോൾ പോകുന്നത്. ഒരു ചെറിയ വഴിയാണ് ചലാലിലേക്ക് പോകുന്ന വഴി, ഒരു ചെറിയ വഴിയാണ്. നിരവധി ടൂറിസ്റ്റുകൾ ഉണ്ടായിരുന്നു ഞാൻ ചെന്ന സമയത്ത്.
അങ്ങനെ നടന്ന് ഞാൻ ബ്രിഡ്ജിൻ്റെ അടുത്തേക്ക് എത്താറായി. ബ്രിഡ്ജും റോഡ് പോലെ തന്നെ ഒരു അപകടാവസ്ഥയിലാണ് നിൽക്കുന്നത്. പാർവതി റിവറിൻ്റെ കാഴ്ചകളും കണ്ട് ഞാനിങ്ങനെ നടക്കുവാണ് ഹോട്ട് സ്പ്രിങ് കാണാൻ വേണ്ടി. ഇവിടെയാണ് നമുക്ക് ഹോട്ട് സ്പ്രിങ് ഉള്ളതായിട്ട് പറഞ്ഞേ. പോയി നോക്കാം, കാണുമോ നോക്കാം. അങ്ങനെ അവസാനം ഞാൻ ഹോട്ട് സ്പ്രിങ്ങിന് അവിടെ എത്തി. ഇതാണ് ഹോട്ട് സ്പ്രിങ്. ഇവിടെ വെള്ളം, നദിയിലെ വെള്ളം ഇങ്ങനെ തളച്ച് പൊങ്ങുകയാണ്. കസോൾ ടൗണിൻ്റെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോകൾക്കായി കാത്തിരിക്കുക. ഇനി കാണുന്നവരെ ബൈ.